പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാണ്ട് നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിലുള്ള ഐറ്റം കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഈ കായത്തിൻ്റെ മെയിനായിട്ട് കൾട്ടിവേഷനും അതൊരു ചെടിയുടെ കറയാണ് ആക്ച്വലി. അതെല്ലാം അഫ്ഗാനിസ്ഥാൻ, ഇറാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ ക്ലൈമറ്റ് അതിന് ശരിക്കും സ്യൂട്ടബിൾ അല്ല. ലൈക്ക് യൂഷ്വലി എല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബൊട്ടീക്ക് അങ്ങനത്തെ ഒരു പാറ്റേണിലല്ല നമ്മൾ ആലോചിച്ചത്. പ്രത്യേകിച്ച് പഠിച്ചിറങ്ങിയ ഒരാൾ, യങ് ആണ്, പിന്നെ അതുപോലെ മാരീഡ് അല്ല, അങ്ങനെയുള്ള റീസൺസൊക്കെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഫിനാൻസ് സപ്പോർട്ട് കിട്ടാണ്ടിരുന്നത്. അതുമല്ല, നമ്മൾ ആക്ച്വലി സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അച്ഛന് ബിസിനസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെയാണല്ലോ എല്ലാം ചെയ്യേണ്ടത്. ഓൾ ഇൻ ഓൾ നമ്മൾ തന്നെ ആയിരിക്കും. ഹായ് വർഷ ആൻഡ് വൃന്ദ, വെൽക്കം ടു പ്രോഫിറ്റ് ന്യൂസ്. ഹായ്. അപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ പെൺകുട്ടികളാണെങ്കിൽ ചിന്തിക്കുന്ന കുറേ ബിസിനസ് ഐഡിയാസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എങ്ങനെയാണ് കായത്തിലേക്ക് എത്തി? ഞങ്ങൾ 2019 3 വീസ് എന്നുള്ള ഈ ഒരു ഫേം തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു ഐഡിയ വീട്ടിൽ അവതരിപ്പിച്ചത്. എനിക്ക് 2 സിസ്റ്റേഴ്സാണ്. അച്ഛൻ്റെയും അമ്മേൻ്റെയും സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പല ഐഡിയാസും ലൈക്ക് യൂഷ്വലി എല്ലാവരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബൊട്ടീക്ക് അങ്ങനത്തെ ഒരു പാറ്റേണിലല്ല നമ്മൾ ആലോചിച്ചത്. നമുക്ക് ചെറിയ രീതിയിൽ വീട്ടിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് കായത്തിനെ കുറിച്ചുള്ളൊരു ആർട്ടിക്കിൾ ഒരു ന്യൂസിൽ കണ്ടത്. കായത്തിൻ്റെ ഒരു പ്രോപ്പർ മാർക്കറ്റ് സ്റ്റഡി ആയിട്ട് നമ്മളുടെ ഇന്ത്യയിൽ എത്ര മാർക്കറ്റ് ഷെയർ ഉണ്ട്, എത്ര സെയിലുണ്ട്, പെർ ഇയർ, ആനുവലി എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് കണ്ടു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എങ്ങനെയാണെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു എല്ലാവരും. അങ്ങനെ കുറച്ച് വീഡിയോസും ട്രെയിനിങ്ങും പ്രോപ്പറായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ചെയ്ത് അങ്ങനെയാണ് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റിലേക്ക് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഈ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുമ്പോൾ, ഐഡിയ പറയുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയ കാര്യം എന്താണ് വൃന്ദ? അങ്ങനെ ചോദിച്ചപ്പോൾ ആ ടൈമിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വർഷം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ കായം എന്ന് പറയുമ്പോൾ അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതല്ലല്ലോ ഒരു ബിസിനസ് തുടങ്ങും. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു ഇതൊരു നല്ല ഐഡിയ ആണോ എന്ന് ആലോചിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന വിമൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട്. നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കായം എത്തി. അതൊരു വിമൻ ഇൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ബുട്ടീക്ക്, കഫേ ഇങ്ങനത്തെയൊക്കെയാണല്ലോ ആൾക്കാർ ആലോചിക്കുന്നത്. മറ്റേതൊരു മെൻസ് വേൾഡ് ആണല്ലോ. അപ്പം അങ്ങനെ കുറേ പേര് ചോദിച്ചിരുന്നു. ആൻഡ് ഇപ്പൊ തോന്നുമ്പോൾ അതൊരു നല്ല ഐഡിയ ആയിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് ഇൻഡസ്ട്രിയലി ഇപ്പോൾ കായം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് സ്പോട്ട് ലൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത ചോദ്യം അത് തന്നെയാണ്. അപ്പം ആക്ച്വലി ഒരു മെൻസ് വേൾഡാണ് ആ ഒരു കായം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു വുമൺ ബിസിനസ്സുകാരാകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് മെയിനായിട്ട് ഞങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണമായിരുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതായത് ഇപ്പോൾ ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ വേണമായിരുന്നു. പ്രത്യേകിച്ച് പഠിച്ചിറങ്ങിയ ഒരാൾ, യങ് ആണ്, പിന്നെ അതുപോലെ മാരീഡ് അല്ല, അങ്ങനെയുള്ള റീസൺസൊക്കെ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഫിനാൻസ് സപ്പോർട്ട് കിട്ടാണ്ടിരുന്നത്. ബാങ്കിലാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഈ ഒരു ഐഡിയ അവതരിപ്പിക്കുമ്പോൾ മെയിനായിട്ട് നമ്മളെ പുറകിലേട്ട് ആക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് യങ് ആയിട്ടുള്ള ഒരാളാണ്, പുതിയൊരു ഇൻഡസ്ട്രി, ഒരു ഐഡിയയും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയിലേക്ക് ബിസിനസ് ഇറങ്ങുകയാണ്. അതേപോലെ ഇനിയിപ്പോൾ ഇയാൾ മാരീഡായി ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ, അങ്ങനെയൊക്കെയുള്ള റീസൺസ് കൊണ്ടാണ് ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ കിട്ടാണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ കായം എല്ലാ ദിവസവും വീട്ടിൽ എല്ലാവരുടെ സൗത്ത് ഇന്ത്യൻസിൻ്റെ ആണെങ്കിൽ പൊതുവേ എല്ലാവരുടെയും വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് അതായിരുന്നു മെയിൻ ഐഡിയ തന്നെ. എന്തായാലും ഇതിനൊരു ഇൻഡസ്ട്രി ഉണ്ടാവും, ഒരു ഇത് നിന്ന് പോകത്തില്ല എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്വാളിറ്റിയിലുള്ളൊരു ഐറ്റം ആൾക്കാരുടെ കിച്ചണിലേക്ക് എത്തിക്കുക, പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാണ്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ മെയിൻ ഉദ്ദേശം. ക്വാളിറ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം എന്നുള്ളത്. നമുക്ക് ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്, ബട്ട് സ്റ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് തോന്നിയത് അങ്ങനെയാണ്. പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യാണ്ട്
നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മുടെ വീട്ടിൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ ക്വാളിറ്റിയിലുള്ള ഐറ്റം കസ്റ്റമേഴ്സിലേക്കും എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കായം നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മെയിൻ റോ മെറ്റീരിയൽ വരുന്നത് ഇവിടെ നിന്നല്ലല്ലോ. അല്ല. അതൊന്ന് പറയോ? ഈ കായത്തിന്റെ മെയിനായിട്ട് കൾട്ടിവേഷനും അതൊരു ചെടിയുടെ കറയാണ് ആക്ച്വലി. ഓക്കെ. അതെല്ലാം അഫ്ഗാനിസ്ഥാൻ, ഇറാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ത്യയിലെ ക്ലൈമറ്റ് അതിന് ശരിക്കും സ്യൂട്ടബിൾ അല്ല. അല്ല. ഇപ്പോ കുറച്ചുകൂടെ ഹിമാചൽ ആ ഏരിയയിലൊക്കെ കുറച്ചുകൂടെ ഡെവലപ്പായി വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ. കാരണം അവിടെ ഇങ്ങനെ വാറന്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും അവിടെയാണ് മെയിൻ സോഴ്സ് വരുന്നത്. പിന്നെ നമ്മള് വിചാരിക്കുന്ന ഇന്ത്യൻ ഫുഡിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന്. അതല്ലാണ്ട് കുറേ ഇതിന് യൂസസ് ഈ അഫ്ഗാനിസ്ഥാനിൽ, ഇറാനിലൊക്കെ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡിലും അത് ഒക്കെ കാണും. യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. മിഡിൽ ഈസ്റ്റേൺ ഫുഡ്സിലും. അതുപോലെ നമ്മുടെ ഈ ആയുർവേദിക് മെഡിസിൻസിലൊക്കെ നമുക്കറിയാത്ത ഒരുപാട് യൂസസ് ഉണ്ട് ഇതിന്. ഉണ്ടല്ലേ. അപ്പോൾ ആക്ച്വലി ഇപ്പം ഈ ഒരു പറഞ്ഞു ഒരു ചെടിയുടെ കറയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ആകുന്നത്, ഈ ഒരു പൊടിയിലേക്ക് എത്തുന്നത്? നമ്മളിത് പല ഐറ്റംസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ അടുക്കളയിലുള്ള ആ ബോട്ടിലിൽ കാണുന്ന കായം പൊടിയും കട്ടയായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അതായത് ഈ റോ മെറ്റീരിയൽ തന്നെ പല പല ക്വാളിറ്റിയിൽ പല പല ഫോംസിൽ അവൈലബിൾ ആണ്. ഈ റോ മെറ്റീരിയൽ പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. ഓ. അങ്ങനെ വാങ്ങിച്ച റോ മെറ്റീരിയൽസ് വേറെ കുറച്ച് ഐറ്റംസും കൂടെ ആയിട്ട് ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയലി മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇതിനകത്ത് മേ ബി ആട്ട അങ്ങനെയുള്ള ഐറ്റംസും ആഡ് ചെയ്യുന്നുണ്ട്. ആട്ട ഓർ മൈദ ഇത്ര പെർസെൻറ്റേജ്, അതുപോലെ അറബിക് ഗം എന്നുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ട്, അതും ഇത്ര പെർസെൻറ്റേജ്. അങ്ങനെ പല 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 ഐറ്റംസാണ് നമ്മൾ ഓരോ പ്രൊപ്പോർഷനിൽ ആഡ് ചെയ്തിട്ട് കോമ്പൗണ്ടഡ് അസഫോയിറ്റഡ് എന്ന രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ എപ്പോഴും അല്ല സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കായപ്പൊടി വരുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു വലിയ തോട്ടാണ്. ഞാനിപ്പോൾ ഇപ്പോഴത്തെ യുദ്ധം അങ്ങനത്തെ സാഹചര്യം നടക്കുമ്പോൾ എനിക്ക് റോ മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? സോഴ്സ് ചെയ്യാനുള്ള ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം പ്രൈസിൽ എന്തായാലും വേരിയേഷൻസ് വേരിയേഷൻസ് വരും. ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുക്കുന്ന ആ ഒരു റേറ്റിനല്ല ഇപ്പം എടുക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും വാറോ അതിൻ്റെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ റോ മെറ്റീരിയൽ സോഴ്സിങ്ങിനെയും അത് എഫക്റ്റ് ചെയ്യാറുണ്ട് പ്രൈസിങ്ങിന്. അപ്പോൾ 3 വീക്സ് എന്ന് പറയുമ്പോൾ വർഷ, വൃന്ദ, മൂന്നാമത് ഒരാളും കൊണ്ടില്ലേ? ഉണ്ട്, വിസ്മയ. ഓക്കെ. നിങ്ങൾ 3 പേരും കൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതെ. ഒരു സ്റ്റാർട്ടിങ് സമയത്ത് തോന്നിയ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് സ്ട്രഗിൾ ഭയങ്കരമാണ്, അതുകൊണ്ട് സക്സസ്ഫുൾ ആകുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും ഒരു ബിസിനസ്സിന്. ആ സമയത്ത് മെയിൻലി മനസ്സിൽ വരുന്ന തോട്ട് എന്താണ്? നമുക്ക് പല ഡിഫിക്കൽട്ടീസും ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ അതന്നെയുള്ള പല ഹേർഡിൽസും നമ്മുടെ മുന്നിലേക്ക് ഒരു ദിവസം കണ്ട ഒരു ബുദ്ധിമുട്ടായിരിക്കില്ല നെക്സ്റ്റ് ഡേ ഉണ്ടാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് തന്നെ എൻ്റെ അച്ഛനാണ്. അച്ഛൻ ബിസിനസ് ചെയ്യുന്ന രീതിയും അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പം മെയിനായിട്ട് ഈ ബിസിനസ്സിൽ തന്നെ പിടിച്ചിരുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പല 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 ഫെയിലിയേഴ്സും അങ്ങനെ ബുദ്ധിമുട്ടുകളും അച്ഛൻ്റെ ബിസിനസ്സിൽ ഫേസ് അച്ഛൻ ചെയ്തിട്ടുണ്ട്. ഏത് ബിസിനസ് ചെയ്യുന്നത്? അച്ഛൻ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലായിരുന്നു. അപ്പോൾ ഓക്കെ. പല ബുദ്ധിമുട്ടുകളും പുള്ളി ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഈ യങ് ഏജിലാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഫൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഇതിനേക്കാൾ ഈസിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്തായാലും വിഡ്രോ ചെയ്യും ഈസിയായിട്ട്. വിഡ്രോ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു ഇത് ഞങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടില്ല. പുള്ളിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ആ ഫീൽഡും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും വേറെ വഴികളും ആ ഒരു ഇതും ചിന്തിച്ചിട്ട് പുള്ളി അതിൽ തന്നെ പിടിച്ചു നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ സ്റ്റിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ തന്നെ പിടിച്ചു നിന്ന് വേറെ വഴിയിലൂടെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഊർജം തരുന്നത് അച്ഛനാണ്. ഓക്കെ. ഓക്കെ. നമ്മളിപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ കുറേ എന്താണ് സംശയങ്ങൾ കാണും. നമ്മുടെ ആശയം തെറ്റാണോ ശരിയാണോ എന്നുള്ള ഒരു സംഭവങ്ങൾ കാണും. ഒന്ന് സിസ്റ്റേഴ്സ്, പിന്നെ ഒരു കൂട്ടുകാരി, 3 പേരൂടെ വരുമ്പോഴത്തേക്ക് പല ആൾക്കാരുടെ കാര്യങ്ങൾ ഇപ്പം വൃന്ദയുടെ എസ് ആയിരിക്കത്തില്ല വർഷയുടെ എസ്, അതായിരിക്കത്തില്ല വിസ്മയുടെ എസ്. അപ്പം ആ ഒരു ഡിഫറൻസിയേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് ഡീൽ ചെയ്തത്? അത് നമ്മളിപ്പോ എന്തെങ്കിലും ഡിഫറൻസ് വരുവാണെങ്കിൽ തന്നെ സംസാരിച്ച് കൂടുതൽ ലോജിക് ആയിട്ടുള്ള കുറേ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മളത് ഒരു ഇതെടുക്കുക. പിന്നെ അച്ഛൻ ഉണ്ടല്ലോ, അച്ഛനാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ചോദിക്കുന്നത് അച്ഛനോടാണ്. ആളാണ് നമുക്കൊരു മാസ്റ്റർ എന്നുള്ളത് പോലെ മെൻറ്ററായിട്ട്.
അപ്പോൾ ഡെഫിനറ്റ്ലി പുള്ളിയോടും ചോദിച്ച് എല്ലാ അഭിപ്രായം എടുക്കും. ഓക്കെ. ഇപ്പം നമ്മൾ ഒരു ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ വരുന്നു. ആ ഐഡിയയിൽ നിന്ന് ആ ഐഡിയേഷനെ നമ്മൾ പ്രൊഡക്റ്റ് ആക്കുന്നു. ഉം. പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമ്മളത് സെല്ല് ചെയ്യുന്നു. അപ്പം ഇത് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കണം. ആ ഐഡിയനെ പ്രൊഡക്റ്റ് ആക്കണം. ആദ്യം എത്ര രൂപയുടെ റോ മെറ്റീരിയലാണ് ആ പരീക്ഷണ സ്റ്റേജിലേക്ക് മേടിച്ചെന്ന് ഓർമ്മയുണ്ടോ? സ്റ്റാർട്ട് ചെയ്തത് മേ ബി ഒരു 5,000 to 10,000 മാത്രമായിട്ടേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല പ്രൊഡക്ഷനും മെഷീനറിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. ഇല്ല. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് മാനുവലി തന്നെ ഉണ്ടാക്കാം. വീടിൻ്റെ ഒരു റൂം അതിനായിട്ട് മാറ്റി വെച്ച് അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്തത് വെറും 1 കിലോ മാത്രം. 1 കിലോ. ഓക്കെ. അങ്ങനെ മാനുഫാക്ചർ ചെയ്തു. മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ഞങ്ങൾ തന്നെയാണ് പാക്ക് ചെയ്തത്. ഞാനും അച്ഛനും തന്നെയാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയത്. ചെറിയ കടകളിൽ കൊണ്ടുപോയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹോട്ടൽസിലും കാറ്ററിങ്ങിലൊക്കെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ. ഫസ്റ്റ് കിട്ടിയൊരു ഓർഡർ ഏതാണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു അത് കളമശ്ശേരി സൈഡിൽ നിന്ന് തന്നെയാണ്. ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രായമായ പുള്ളിയായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ 3 പെൺകുട്ടികൾ കൂടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതെൻ്റെ ഫാദറാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പുള്ളിയും നല്ലൊരു കാര്യമാണ്, ഞാൻ എടുത്ത് നോക്കാം, എങ്ങനെയാണ് നമ്മൾ സാമ്പിൾ യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം എന്നുള്ളത് പുള്ളി പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി അന്ന് കുറച്ചിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ചെയ്തു. പുള്ളി ഓൾറെഡി ബിസിനസ്സിലുള്ള ഒരാളാണല്ലോ. അപ്പം നിങ്ങൾ ഇതേ സെയിം ക്വാളിറ്റി തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യണം, വളരും ബിസിനസ് ഇനിയും, അപ്പം അതൊന്നും മാറരുത്. അങ്ങനെ കുറച്ച് ലെസൺസ് ഒക്കെ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ B2B ഇതിൽ ആ ഒരു ഏരിയ ഇപ്പോഴും കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം ഇപ്പം പുള്ളി പറഞ്ഞ തന്നെ ഒരു ചോദ്യമാണ്. കാരണം നമ്മളൊന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ 1 കിലോയിൽ നിന്ന് ഇപ്പം നിങ്ങൾ എത്ര ഒരു മാസം പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്? നമ്മൾ അപ് ടു 1 ടൺ ഒക്കെ 1 ടൺ. അപ്പോൾ 1 കിലോയിൽ നിന്ന് 1 ടൺ ആകുമ്പോഴത്തേക്ക് ചില സാധനങ്ങൾ ചിലപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ചെറിയ കോംപ്രമൈസസ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധനം എപ്പോഴെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണത് തന്നെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാണ്ട് വീട്ടിലുണ്ടാക്കുന്ന ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ റോ മെറ്റീരിയൽ സോഴ്സിങ് ആണെങ്കിലും അതേ ഒരു ക്വാളിറ്റിയിലുള്ളത് എടുക്കണം, അതേ ക്വാളിറ്റി തന്നെ എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും വരാറുള്ളത്. അപ്പം കായത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മസാല പൗഡേഴ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ കൂടെയുള്ള പ്രോഡക്ട്സ്? ഇപ്പം 3 വീസിന് അബൌട്ട് 30 പ്രോഡക്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. കറി പൗഡേഴ്സും അതൊക്കെ ചെറിയ രീതിയിലാണ്. കായം തന്നെയാണ് സ്റ്റിൽ ഞങ്ങളുടെ മെയിൻ പ്രോഡക്റ്റ്. ചില്ലി പൗഡർ, ടർമറിക്, ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ പൊടി, അങ്ങനെ കുറച്ചധികം പ്രൊഡക്ട്സ് ഉണ്ട് 3 ഇപ്പോൾ വീസിന്. നമ്മൾ ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏകദേശം 30ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേ ഏതെങ്കിലും ഒരു സമയത്ത് ഉള്ള വർഷ, വൃന്ദ, വിസ്മയോട് ഒരു കാര്യം പറയണമെങ്കിൽ ഇപ്പോൾ ഒരു പൊളിഞ്ഞ് നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കുകയായിരിക്കും, അവരോടൊരു കാര്യം പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? തളരരുത്. അതായത് ഇപ്പം ഇന്ന് പല ബുദ്ധിമുട്ടുകളും നമ്മളിപ്പോൾ കാണുന്നുണ്ടാവും. പക്ഷേ ഫ്യൂച്ചറിൽ എന്തായാലും നമ്മൾ നല്ലൊരു സ്റ്റേജിലേക്ക് എത്തും. അതുകൊണ്ട് ആ ഐഡിയ അവിടെ ഡ്രോപ്പ് ചെയ്യരുത്. സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് പഴയ വർഷ വൃന്ദയുടെ അടുത്ത് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ന് വരെ എത്തിയതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ലെസൺ എന്ന് പറയുന്നത്, ഈ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സിമ്പിളാണ്. അതിന് നമ്മുടെ മൈൻഡ് റെഡിയാക്കി മതി. നമ്മുടെ മൈൻഡാണ് എല്ലാം. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ എന്തായാലും വരും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാം നിർത്തിപ്പോയാലോ എന്ന് തോന്നും. അങ്ങനെ നിർത്തിപ്പോകാണ്ട് ഇപ്പോൾ ഇവിടെയുള്ള മിക്കവാറും കമ്പനീസൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാവർക്കും ആ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അവർ പിടിച്ചു നിന്നുകൊണ്ടാണ് ഇപ്പം ഇത്രയും വലുതായത്. അപ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ലെസൺ. നമ്മളുടെ മൈൻഡ് റെഡി ആണെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമല്ല എന്നുള്ളതാണ്. മനസ്സിലായി. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റാണ്, അത് അത്യാവശ്യം സെല്ലബിലിറ്റി ഉണ്ട്. ഇപ്പം മറ്റ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നോക്കി അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാം, അങ്ങനൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ശരിക്കും നോക്കിയിട്ടില്ല. നമുക്ക് മെയിനായിട്ട് ആൾക്കാർക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനത്തെ കുറേ കമ്പനീസ് ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാ ബിസിനസ്സിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു USP ആയിട്ട് ചെയ്യണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പോർഷൻ ആൾക്കാരുണ്ടായിരിക്കും എന്തായാലും നമ്മൾക്ക് ലോയലായിട്ടുള്ള. അവരെ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മളെപ്പോലെ തന്നെ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത വേറെ കമ്പനീസ് ഉണ്ടായിരിക്കും. അവർ നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് അങ്ങനെ അതല്ല, ഞാൻ വരില്ല. കോമ്പറ്റീഷൻ ആയിട്ടല്ലേ വെച്ചത്. നമ്മളൊരു
പ്രൊഡക്റ്റ് ഇറക്കുകയാണ്. അപ്പം മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, അപ്പം അതൊരു മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് എന്താണ് മെച്ചമുള്ളത്, എന്താണ് ഗുണമുള്ളത്, എന്താണ് കുറവുള്ളത്, അത് പരിഹരിക്കാനൊക്കെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു. മെയിനായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നാണ്. അടുത്തുനിന്നാണ് ഇനീഷ്യൽ മാനുഫാക്ചറിങ് ആണെങ്കിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയാണ് ഞങ്ങൾ സാമ്പിൾസ് കൊടുത്തത്. കൊടുത്തിരുന്നത്. ഓക്കെ അപ്പോൾ അവരാണ് അതിൻ്റെ റിവ്യൂ പറയുക. ഓക്കെ ഇങ്ങനെ ഇതാണ് നിങ്ങളുടെ ഇതിനകത്ത് മാറ്റം വേണ്ടത്, സ്മെല്ലായി അല്ലെങ്കിൽ ടേസ്റ്റ് അല്ലെങ്കിൽ ആ പഞ്ചൻറ്റ്, അത് ആ പ്രൊപ്പോർഷൻ്റെ കാര്യമൊക്കെ പറയും. കാരണം അവർ യൂഷ്വലി അടുക്കളയിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഇന്നതാണ് നിങ്ങളുടെ വ്യത്യാസം വരുത്താനുള്ളതെന്നുള്ള റിവ്യൂ എടുക്കും ഞങ്ങൾ മനസ്സിലായി. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. സ്റ്റിൽ അതെടുക്കും. സ്റ്റിൽ ആൾക്കാർ പറയുമ്പോൾ ഞങ്ങൾ ഇത്ര വലുതായി അതുകൊണ്ട് ഞങ്ങളത് കേൾക്കില്ല എന്നില്ല. അവർ പറയുമ്പോൾ അത് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. അതനുസരിച്ച് ഇനിയും ഇംപ്രവൈസ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും റെഡി ആയിട്ടാണ് എപ്പോഴും. നമ്മളിപ്പം ക്വാളിറ്റിയിൽ ഏറ്റവും കോൺഫിഡൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയത്, കാരണം ഇപ്പം നമുക്ക് പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു കസ്റ്റമർ ആണെങ്കിലും ചിലപ്പോൾ റേറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം നിർത്തിയിട്ടുള്ള ആളാണെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. കാരണം വേറെ എവിടെ യൂസ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി. അപ്പം അപ്പം 3V's ആ പ്രോഡക്റ്റിന് നിങ്ങളൊരു ഒരു 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 ബ്രാൻഡിങ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് മെയിൻലി എന്താണെന്ന്? വലിയ രീതിയിൽ ഞങ്ങൾ ബ്രാൻഡിങ് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ഞങ്ങളുടെ 3V's എന്നുള്ളൊരു ആ ഒരു ബ്രാൻഡ് വളരാനുള്ള ഒരു ഇത് 3 സിസ്റ്റേഴ്സ് തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിലും പിന്നെ നോ പ്രിസർവേറ്റീവ്സ് ആഡഡ് എന്നുള്ള രീതിയിലുമാണ് മെയിനായിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണത്. ഓക്കെ. ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ഏറ്റവും ഓക്കെ പേടിച്ചിരുന്നൊരു കാര്യം, ആദ്യം ഭയങ്കര പേടിയായിരുന്നു ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരു സാധനം. അത് ഒരു പ്രശ്നം വന്നു, അത് ഓവർകം ചെയ്തു, ഇപ്പം സക്സസ്ഫുള്ളി നിൽക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫിയർ ഉണ്ടായത് എന്തിനു വേണ്ടിയായിരിക്കും? മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് ആണ്. കാരണം പ്രൊഡക്റ്റ് പുതിയ ഒരു ബ്രാൻഡാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കടകളിലേക്ക് ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കുക. വൺസ് അവർ യൂസ് ചെയ്താൽ മേ ബി അവർ വീണ്ടും റീപർച്ചേസിന് വരും. പക്ഷേ ഇനീഷ്യലി അതൊന്ന് ആ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പേടി ഉണ്ടായിരുന്നത്. കാരണം പ്രൊഡക്ഷൻ എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാം, മാനുഫാക്ചറിങ് പഠിച്ചെടുക്കാം, നമുക്ക് നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യാം. ബട്ട് സ്റ്റിൽ ആ ഇനീഷ്യൽ പ്ലേസ്മെൻറ്റ് എന്നുള്ളതായിരുന്നു തുടങ്ങുമ്പോൾ പേടിയുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലും റീറ്റെയിൽ ഷോപ്സിലും മാത്രമല്ല, മെയിനായിട്ട് B2B അങ്ങനെ ഒരു രീതിയിലാണ് ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഒരു ഒരു ബിസിനസ്സിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പരാജയപ്പെട്ടു, നമ്മൾ നാളത്തോടു കൂടി ഷട്ടർ ഇടുക എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അങ്ങനൊരു ഡേ ഉണ്ടായിട്ടുണ്ടോ? പല ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ചില ദിവസം നമുക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം അത്രയും സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സ്റ്റേജസ് ഒക്കെ ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ജോബ് ആണെങ്കിൽ ഒരു കംഫർട്ട് സോണാണ്. നമുക്കൊരു മന്ത്ലി എന്തായാലും സാലറി കിട്ടും. അവിടെ കമ്പനിയിൽ സെയിൽസ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും. അങ്ങനെയല്ലല്ലോ ബിസിനസ് എന്ന് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫാദറാണ് നമ്മുടെ മെൻറ്ററായിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്ന ടൈമിൽ നമുക്ക് ആരോടും അഭിപ്രായമൊന്നും ചോദിക്കാനില്ല. അപ്പം നമ്മൾ തന്നെ സ്വയം ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ടൈമിലുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നതെന്നുള്ള രീതിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ നമുക്ക് കുറേ പേര് ഇപ്പം നമ്മൾക്ക് പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ കുറേ പേര് ഉപദേശം തന്നു, ഇങ്ങനെ ക്വിറ്റ് ചെയ്യരുത്, അങ്ങനെ നിർത്തരുത്. അത് ആ മെസ്സേജ് ഇതിൻ്റെ മുമ്പ് കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇങ്ങനെ ക്വിറ്റ് ചെയ്യരുത് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ അതൊന്ന് ക്ലിക്കായി. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം അച്ഛൻ ഫുൾ ടൈം ഇപ്പം ഈ ബിസിനസ്സിന്റെ കൂടെ തന്നെയാണോ, അതോ അച്ഛന് വേറെ ബിസിനസ് ഉണ്ടോ? അച്ഛൻ ഫുള്ളി ഇതിനകത്താണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ പുള്ളിയുടേതായ ചെറിയ വർക്ക്സും ഉണ്ട്. അമ്മയും ഞങ്ങളുടെ കൂടെ ബിസിനസ്സിലുണ്ട്. ഫാമിലി ഫുള്ളി ബിസിനസ്സിനാണ്. അതെ. ഓക്കെ. ഇപ്പം വർഷ, വൃന്ദ, അതുപോലെ തന്നെ വിസ്മയ, നിങ്ങളുടെ 3 പേരുടെ ഒരു ഐഡിയോളജി ഉണ്ടാവുമല്ലോ. ഒരു നമുക്ക് എല്ലാവർക്കും ഓരോരോ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജിയിൽ 3V's എന്ന ബ്രാൻഡിലുണ്ടോ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, 3V's എന്നുള്ള ഒരു ബ്രാൻഡ് വളരുന്നതിൻ്റെ ഒപ്പം 3V'സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ളവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവർക്കും ഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ ഫേമിലും മെയിനായിട്ട് എന്നല്ല, അബൌട്ട് 90% ഫീമെയിൽ സ്റ്റാഫ് തന്നെയാണ്.
അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള കമ്പനീൻ്റെ ചുറ്റും യൂണിറ്റിൻ്റെ ചുറ്റുമുള്ള ലേഡീസ് തന്നെയാണ് വർക്കിന് വരുന്നത്. അപ്പോൾ അവർക്കും കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ഞങ്ങളുടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 9 to 5 എന്നുള്ളതല്ല, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ അവർക്ക് വന്ന് വർക്ക് ചെയ്യാം. അതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ കമ്പനി ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒപ്പം അവർക്കും കൂടെ ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയോളജി. ഓക്കെ. നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തത് വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? സെപ്പറേറ്റ് ഇതുണ്ടോ? ഒരു ഓഫീസ് സ്ട്രക്ചർ ഉണ്ടോ? ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇപ്പം ഇപ്പം എത്ര പേരുണ്ട് ടോട്ടൽ? ഞങ്ങൾക്ക് പാക്കിങ്ങിനാണ് മെയിനായിട്ട് സ്റ്റാഫുള്ളത്. അതൊരു 10ഓളം ലേഡീസ് ഉണ്ട്. ലേഡീസ് ഉണ്ട്. ഓക്കെ. അപ്പം ആദ്യത്തെ ഒരു ഓർഡറിൽ നിന്ന് ഇപ്പം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഒരു ഓർഡർ പറഞ്ഞു ഒരു ഹോട്ടൽ ഉടമ തന്നത്, അതിൽ നിന്ന് ഇപ്പം ഏറ്റവും കൂടുതൽ ഓർഡർ തരുന്ന ഒരാളുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത ഒരു ഇയർ ഏതായിരിക്കും? അത് എത്ര ആയിരിക്കും? 2023-24 ആ ഒരു ടൈമിലായിരിക്കും മെയിനായിട്ട് സെയിൽസ് നമുക്ക് വന്നിട്ടുള്ളൊരു വർഷം. ഓക്കെ. അത് മെയിൻലി ത്രൂ നമ്മുടെ സപ്ലൈകോ ഔട്ട്ലെറ്റ്സ് അവിടെ നിന്ന് ആണ് തന്നെയാണ്. സെയിൽ വന്നിട്ടുള്ളത്. ഏകദേശം എത്ര രൂപയുടെ സെയിൽ നടത്തുന്നുണ്ട്? ആ ഒരു വർഷം ഞങ്ങൾക്ക് ഒരു 2.5 കോടിയുടെ അടുത്തുള്ള സെയിൽ സൂപ്പർ. വന്നിട്ടുണ്ട്. അതല്ല, ആദ്യത്തെ ഒരു കിലോയിൽ നിന്ന് ഇത്ര രൂപയുടെ ടേൺ ഓവറിലേക്ക് വരുമ്പോൾ അത് ഭീകരമായിട്ട് ഗ്രോത്ത് അല്ലേ? ആ ഗ്രോത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്കിപ്പോൾ സംബന്ധിച്ച് നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ നമ്മുടെ തോട്ട്സ് മാറും. സോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അത്രയും ഒരു വലിയ ഫിഗറിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷം. പിന്നെ ആ ഒരു ടൈമിൽ ഞങ്ങൾ ചിന്തിച്ചിരുന്നത്, അതായത് 3V's എന്നുള്ളൊരു ബ്രാൻഡ് കേരളത്തിൽ മാത്രം നിൽക്കാണ്ട് അതൊരു ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്തേക്ക് എക്സ്പോർട്ടിനുള്ള അങ്ങനെയൊക്കെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഐഡിയ ആണ് മെയിനായിട്ട് ആ ഒരു സമയത്ത് വന്നിരുന്നത്. ഇപ്പോഴും സ്റ്റിൽ ഞങ്ങൾ ആ ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഒരു ഐഡിയ? 3V'sനെ ലോകമെമ്പാടും എത്തിക്കാനുള്ളതാണോ? 3V's എന്നുള്ളൊരു ബ്രാൻഡിനെ വളർത്തിയെടുക്കുക, എല്ലാ മലയാളികൾക്കും പരിചയമുള്ളൊരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ് അടുത്തൊരു എയിം. ഒരു 5 years from now 3V's എന്ന ബ്രാൻഡിനെ എവിടെ പ്ലേസ് ചെയ്യാനാണ് വൃന്ദയ്ക്ക് ഇഷ്ടം? ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേ നമുക്കൊരിതുണ്ടായിരുന്നു, ഒരു പബ്ലിക് കമ്പനി ആയിട്ട് IPO അങ്ങനത്തെ ഒരു എയിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മേ ബി ഒരു 5 yearsൽ വിൽ ബി ഗോയിങ് അതിലേക്കായിരിക്കും നമ്മൾ എയിം ചെയ്യുന്നത്. ഓൾസോ ഗ്ലോബൽ ബ്രാൻഡ്, മലയാളികൾക്ക് മാത്രമല്ല വേൾഡിൽ മൊത്തം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് 3V'sനെ പ്ലേസ് ചെയ്യണം. അപ്പം ഇപ്പോൾ 3V'sന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് നിങ്ങൾ 3 പേരാണ്. ഭാവിയിൽ ഒരു ബ്രാൻഡ് അംബാസഡർ വെക്കുകയാണെങ്കിൽ ആരായിരിക്കും 3V'sന്റെ ബ്രാൻഡ് അംബാസഡർ? മേ ബി മോഹൻലാൽ. പുള്ളി കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ആർട്ടിസ്റ്റിക്കലായിട്ടും കുക്കിങ്ങിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാന്ന് തോന്നിയിട്ടുണ്ട്. സോ മോഹൻലാലിനെ ഒരു ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് വെക്കാനായിരിക്കും. അത് നടക്കട്ടെ. പറഞ്ഞ പോലെ പറയാൻ പറ്റത്തില്ലല്ലോ, അത് മാനിഫെസ്റ്റ് ചെയ്താൽ അത് നടക്കുമ്പോൾ നമുക്കിത് ഓർമ്മ വരും. പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാമല്ലോ. പറഞ്ഞ പോലെ പൊതുവേ ആൾക്കാർക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിലും പുതിയ ആൾക്കാർക്ക് കായം യൂസ് ചെയ്ത് അല്ലെങ്കിൽ കായം യൂസ് ചെയ്യണം അങ്ങനൊരു സാധനം വളരെ കുറവാണ്. അപ്പം അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഈ കായപ്പൊടി എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ബേസിക്കലി ശ്രമിക്കാറുണ്ടോ അതിൻ്റെ ഒരു സൈഡ്? അഡ്വർടൈസിങ് സൈഡ് അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം പറഞ്ഞ പോലെ യങ്ങർ ജനറേഷൻസ് യൂസ് ചെയ്യുന്നത്, ഇപ്പം പണ്ടാണെങ്കിൽ കായം കട്ടയാണ് നമ്മുടെ കറികളിലും രസത്തിലും അച്ചാറിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അത് മാറി ഇപ്പം ഞങ്ങളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തന്നെ പൊടിയാണ് യങ്ങർ ജനറേഷൻ പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് അത് യൂസ് ചെയ്യാം ഫുഡ് ഐറ്റംസിലൊക്കെ. അപ്പം മേ ബി അത് കുറച്ചും കൂടെ അവരിലേക്ക് എത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പം നമ്മളിപ്പം ചില സാധനങ്ങളിലുണ്ടല്ലോ, പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, പ്രൊഡക്റ്റ് കൂടാതെ പ്രൊഡക്റ്റിൻ്റെ ഗുണം എന്താണോ അതിൻ്റെ യൂസേജ് എന്താണോ അത് സെല്ല് ചെയ്യും. അപ്പം അത് ത്രൂ പ്രൊഡക്റ്റ് സെല്ലിങ് നടക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിച്ചതാണ്, ഇതിൻ്റെ ഒരു യൂസേജ്, ഇതിൻ്റെ ഗുണം എന്താണ്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഒരു സൈഡ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കായം നമുക്ക് കുക്കിങ്ങിൽ മാത്രമല്ല യൂസ് ചെയ്യുക, വേറെ കുറേ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇത് വരുന്നുണ്ട്. അതാണ് നമ്മൾ പണ്ട് തൊട്ടേ ആൾക്കാർ ഈ കായം ഫുഡിൽ യൂസ് ചെയ്യുന്നത്. ഡൈജഷൻ പ്രോബ്ലംസ് അങ്ങനത്തെ ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി റിസർച്ചസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാൻസറിനെ വരെ ക്യൂർ ചെയ്യാനുള്ളൊരു ഇതുണ്ട് ഈ കായത്തിൽ നിന്നാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു പോയിന്റിലേക്ക്
കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ആണെങ്കിലും ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ നോക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പം തുടക്കക്കാരായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വർഷയുടെയും വൃന്ദയുടെയും അന്നത്തെ പ്രായമുള്ള കുട്ടികളോട് ഇപ്പോൾ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? ചെറുതായി സ്റ്റാർട്ട് ചെയ്യാം. ഉം. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അത് സ്റ്റാർട്ട് ചെയ്യുക. ചെറിയ രീതിയിൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. പ്രോപ്പറായി മാർക്കറ്റ് പഠിക്കുക. പിന്നെ അത് മാത്രമല്ല, ഒരു ആവേശത്തിൽ തുടങ്ങിയിട്ട് അത് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നിർത്തി പോകരുത്. കാരണം ബിസിനസ് എന്തായാലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ പറഞ്ഞ് നമ്മളെ തന്നെ മനസ്സിലാക്കുക, പേഷ്യൻസ് കാണിക്കുക. അതാണ്. ഫസ്റ്റ് ഒരു പ്രോഫിറ്റ് കിട്ടിയ എന്നാന്ന് ഓർമ്മയുണ്ടോ? ആദ്യത്തെ പ്രോഫിറ്റ് അതൊരു 1 വർഷത്തിനൊക്കെ ശേഷമായിരിക്കും ബിസിനസ്. സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം 1 കഴിഞ്ഞിട്ടാണ്. വർഷത്തിന് ശേഷമായിരിക്കും. അതുവരെ ഞങ്ങൾ അതിനകത്തേക്ക് ഫീഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ബിസിനസ്സിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസും മാർക്കറ്റിങ്ങും സ്റ്റാഫിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു ആദ്യത്തെ 1 വർഷം. മനസ്സിലായി. ഇപ്പം നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ക്യാപിറ്റലിനെ പറ്റിയായിരിക്കും ചിന്തിക്കുക. പൈസ എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന സെറ്റപ്പിലേക്ക് ഒരു കട എടുക്കുക, അല്ലെങ്കിൽ സ്ഥാപനം സെറ്റ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെയാണല്ലോ ഐഡിയ. അപ്പം വർഷ പറഞ്ഞനുസരിച്ച് അത് നേരെ ഓപ്പോസിറ്റാണ് വർഷ ചെയ്തത്. വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ നമ്മൾ തന്നെ മാനുവലി ചെയ്ത് തുടങ്ങും. ആ ഐഡിയ ആരെങ്കിലും പറഞ്ഞു തന്നാണോ, അതോ വൃന്ദയുടെ തന്നെ ഐഡിയ ആയിരുന്നു? വർഷയുടെ വൃന്ദയുടെ തന്നെ ഐഡിയ ആയിരുന്നു? അത് ഞങ്ങളിങ്ങനെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞു. വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ അത്രയും മുടക്കിയിട്ട് ഇത് എങ്ങനെയാവും എന്നുള്ളൊരു ഐഡിയ നമുക്കില്ല. നമ്മൾ തന്നെ മാർക്കറ്റ് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് പതുക്കെ ഇത്തിരി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാം. എന്നിട്ട് മതി വേറെ സ്റ്റാഫിനെ വെക്കുന്നതും വലിയ മെഷീൻ വാങ്ങിച്ചുള്ള മാനുഫാക്ചറിങ് എന്നുള്ള രീതിയിലേക്കും നമ്മൾ തന്നെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങിയത്. പിന്നെ അതുമല്ല, നമ്മൾ ആക്ച്വലി സീറോന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അച്ഛന് ബിസിനസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിൽ കുറച്ച് ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെയാണല്ലോ എല്ലാം ചെയ്യണ്ടേ. ഓൾ ഇൻ ഓൾ നമ്മൾ തന്നെ ആയിരിക്കും. ഓക്കെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പല ഹർഡിൽസ് കഴിയുന്നു, അതിനുശേഷം ഒരു അച്ചീവ്മെൻറ്റ് സ്റ്റേജ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഡേ ഏതായിരിക്കും? ഒരു മൊമെൻറ്റ്. ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് കൈരളി ടിവിയുടെ ജ്വാല അവാർഡ് കിട്ടിയതാണ്. അതായത് മമ്മൂക്കയുടെ കയ്യിൽ നിന്നൊരു അവാർഡ് കിട്ടി. പുള്ളീനെ കാണാൻ പറ്റി. പുള്ളിക്ക് ഞങ്ങളുടെ ബിസിനസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അന്ന് കിട്ടി. പുള്ളി നമ്മളെ അടുത്ത് സംസാരിക്കാൻ, നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അതായിരുന്നു സോ ഫാർ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. ഇപ്പോൾ നമ്മളിപ്പം ഈ ബിസിനസ് ഗ്രോ ചെയ്യുന്നതോടുകൂടി കുറേ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആരാധനയോടെ നോക്കി നിന്ന, അല്ലെങ്കിൽ ബഹുമാനത്തോടെ നോക്കി നിന്ന ഒരാൾ പറഞ്ഞ ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു കാര്യമോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ബിസിനസ് ഒന്നുകിൽ ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് റെപ്യൂട്ടേഷനുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ. ബിസിനസ്സിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത് ഓർമ്മയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരിൽ ഒരുപാട് പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പല സ്ട്രഗ്ലിങ് സ്റ്റേജിലൂടെ പോയി കഴിഞ്ഞിട്ടും ഒക്കെ പിന്നെയും മെയിനായിട്ട് ഇപ്പം ഈ ബിസിനസ് മീറ്റിങ്സിലും അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പം അതിൽ കണ്ടിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, അശ്വതി ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു അവരുടെ ഇളവരശി, പുള്ളിക്കാരീനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ സ്റ്റോറി ഇങ്ങനെ ഒരു സ്റ്റേജിൽ പറഞ്ഞിരുന്നു. അവരിതേപോലെ ഭയങ്കര ആയിട്ട് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഇഷ്യൂ വന്നു, ബാങ്ക് ഇഷ്യൂസ് വന്ന് ജപ്തിയായി, അവരുടെ വീട് ജപ്തിയായി. ബട്ട് സ്റ്റിൽ അവരത് നിർത്തിയില്ല. അവര് റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ടുപോയിട്ട് ഈ പ്രൊഡക്റ്റ് വിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും അവർക്കത് നിർത്തി പോവാൻ തോന്നിയില്ല. അവർ സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തു. അവരുടെ ഡ്രീം, പാഷൻ അതാണ്. മനസ്സിലാവും. ഇപ്പം പറഞ്ഞ പോലെ വൃന്ദയ്ക്കാണെങ്കിലും വർഷയ്ക്കാണെങ്കിലും വിസ്മയക്കാണെങ്കിലും ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാനായിരിക്കും. അപ്പം വൃന്ദയോട് ചോദിക്കുക, വൃന്ദയുടെ ബ്രാൻഡ് സ്റ്റോറി എന്താന്ന് പറഞ്ഞാൽ ഒരു 2 ലൈൻസിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? 3V's എന്ന് പറയുന്ന 3 സിസ്റ്റേഴ്സിൻ്റെ ഒരു ഡ്രീമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മൾ ആൾക്കാരിലേക്ക് ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ഫുഡ് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് തുടങ്ങിയത്. വർഷയുടേത്? ഹെൽത്തി ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്ത ഐറ്റംസ് ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ.
അതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ അത് ഒരു കേരളത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികൾ നടത്തുന്ന ബിസിനസ് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ. എല്ലാവിധ ആശംസകളും. ഇനിയും ഒത്തിരി ബ്രാൻഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഇറക്കാൻ സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക്സ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്.